ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോടെക്നിക്കൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വളരെ സിമ്പിളായ ഒരു AC കറന്റ് ടെസ്റ്ററാണ്. അതിനായി നമുക്ക് വേണ്ട ഒരു മെയിൻ കമ്പോണന്റ് ആണ് NA555 എന്ന സീരീസിലുള്ള ഒരു IC. ഈ ICക്ക് 8 പിന്നാണുള്ളത്. ഇതിന്റെ പിൻ കോൺഫിഗറേഷൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കിയേക്കാം. ഈ ഒരു കട്ടിങ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ നേരെ താഴെയുള്ള ഇതാണ് പിൻ നമ്പർ 1. അവിടെ നിന്ന് വലത്തേക്ക് 1, 2, 3, 4. അതിനുശേഷം 4th പിന്നിന് നേരെ മുകളിലുള്ള ഇതാണ് 5th പിൻ. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് 5, 6, 7, 8. ഇങ്ങനെയാണ് ഈ ഒരു ഐസിയുടെ പിൻ കോൺഫിഗറേഷൻ വരുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഒരു കമ്പോണന്റ് ആണ് 4.7 UF 63 വോൾട്ടിന്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, ഒരു 10K റെസിസ്റ്റർ. ഇത് ക്വാർട്ടർ വാട്ടോ ഹാഫ് വാട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്വാർട്ടർ വാട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 5mm LED. ഞാൻ ഇപ്പം ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റെഡോ വേറെ ഏത് കളർ വേണോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു കമ്പോണന്റ് ആണ് ഒരു കോപ്പറിന്റെ കഷ്ണം. അത് നമുക്ക് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള കോപ്പർ വയറിന്റെ ഒക്കെ അകത്തു നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം. ഞാനിപ്പോൾ അങ്ങനെ ഒരു എണ്ണം എടുത്തിട്ടുണ്ട്. 20 സെന്റിമീറ്റർ നീളത്തിൽ വേണം. അത് നമുക്ക് ഇതിന് ഒരു ആന്റിന ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടതാണ് ഒരു PCB ബോർഡ്. ഇത്രയും കമ്പോണന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയ ഒരു AC കറന്റ് ടെസ്റ്റർ ഉണ്ടാക്കാവുന്നതാണ് ഈ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ 555 IC ഈ ഒരു PCB ബോർഡിൽ ഇറക്കി വെച്ച് നന്നായി തന്നെ സോൾഡർ ചെയ്തെടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ IC മൊത്തമായി നന്നായി തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. സോൾഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്തേക്കണം. നമ്മുടെ ICയുടെ പിൻ നമ്പർ 6 and 7 ഒന്ന് സോൾഡർ ചെയ്തേക്കണം. അത് നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മുടെ 4.7 UF 63 വോൾട്ടിന്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എടുത്തതിന് ശേഷം ആ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കിയേക്കാം. നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിൽ ഓരോ ലൈൻസ് കാണും. ഇതാണ് ഈ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ്. അപ്പുറത്തെ ലെഗാണ് ഇതിന്റെ പോസിറ്റീവ്. അതിനുശേഷം ഈ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് എടുത്തിട്ട് നമ്മുടെ ഇപ്പം പിൻ നമ്പർ 6 ഉം 7 ഉം ജോയിൻ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്കും കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് നേരെ നമ്മുടെ പിൻ നമ്പർ 1ലേക്കുമാണ് സോൾഡർ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ നമ്മുടെ കപ്പാസിറ്റർ നന്നായി തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോൾഡറിങ് ആരംഭിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ഇവിടെ സോൾഡർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 10K റെസിസ്റ്റർ എടുത്തിട്ട് ആ റെസിസ്റ്ററിന്റെ ഒരു ലെഗ് ഒരു ഇച്ചിരി ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ റെസിസ്റ്ററിന്റെ ഒരു ലെഗ് പിൻ നമ്പർ 6, 7 ജോയിൻ ചെയ്തോടത്തേക്കും അടുത്ത ലെഗ് നമ്മുടെ പിൻ നമ്പർ 8ലേക്കുമാണ് സോൾഡർ ചെയ്തിടേണ്ടത്. ഇത് നന്നായി തന്നെ ഇറക്കി വെച്ച് സോൾഡർ ചെയ്തെടുക്കുക. ഈ രീതിയിൽ നമുക്കിത് ഇറക്കി വെച്ച് സോൾഡർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ റെസിസ്റ്റർ നന്നായി തന്നെ ഇപ്പോൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കോപ്പർ വയർ 20 സെന്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന് എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പൈപ്പിലോ വല്ലോ ഒന്ന് റൗണ്ടായി ചുറ്റിയെടുക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ ആന്റിന ഉണ്ടാക്കുന്നത്. ഇത് ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ നന്നായി തന്നെ ചുറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായി തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു കോപ്പർ വയറിന്റെ 2 അറ്റവും എടുത്ത് ഈ PCB ബോർഡിലെ പിൻ നമ്പർ 2ന്റെ സൈഡിലേക്ക് സോൾഡർ ചെയ്ത് വെക്കുക. പിൻ നമ്പർ 2ലേക്കാണ് നമുക്ക് ഈ ഒരു കോപ്പറിന്റെ ഈ ഒരു ആന്റിന സോൾഡർ ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ആന്റിന ഇവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 5mm LED എടുത്തതിന് ശേഷം ആ LEDയുടെ പോസിറ്റീവ് പിൻ നമ്പർ 3ലേക്കും നെഗറ്റീവ് പിൻ നമ്പർ 1ലേക്കുമാണ് സോൾഡർ ചെയ്യേണ്ടത്. അതിനായി നമ്മുടെ LED ഇപ്പോൾ PCB ബോർഡിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ LED നന്നായി തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു 4 വോൾട്ടിന്റെ ബാറ്ററി എടുത്തതിന് ശേഷം ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ പിൻ നമ്പർ 8ലേക്കും ബാറ്ററിയുടെ നെഗറ്റീവ് പിൻ നമ്പർ 1ലേക്കും സോൾഡർ ചെയ്യുക. അതിനായി നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് നന്നായി തന്നെ എടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പം ബാറ്ററിയുടെ നെഗറ്റീവ്
പിൻ നമ്പർ 1 സോൾഡർ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നേരെ നമ്മുടെ പിൻ നമ്പർ 8 സോൾഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു LED ഫ്ലാഷ് ചെയ്യുന്ന കാണാൻ സാധിക്കും. കാരണം എൻ്റെ സോൾഡറിംഗ് യൂണിറ്റിൽ AC കറണ്ടാണ് റൺ ചെയ്യുന്നത്. സോൾഡറിംഗ് യൂണിറ്റ് മാറ്റി കഴിയുമ്പോൾ LED ഫ്ലാഷിങ് സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഈ അയണിന്റെ ടിപ്പിലും ഒക്കെ AC കറണ്ട് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഒന്ന് നേരെ ടെസ്റ്റ് ചെയ്തേക്കാം. ഈ എല്ലാ വയറിലും ഇപ്പം AC കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് മാത്രവുമല്ല, നമുക്ക് ഇതുപോലെയുള്ള സോക്കറ്റുകളിൽ AC കറണ്ട് ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഈ അപ്ലയൻസ് വെച്ച് ചെക്ക് ചെയ്യാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതാണ്. അതിനായി നമ്മുടെ അപ്ലയൻസസ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ കറണ്ട് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഇത് ഫ്ലാഷ് ചെയ്യുന്നതാണ്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇത് ഫ്ലാഷ് ചെയ്യുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ LED ഗ്ലോ ചെയ്യുന്നുണ്ട്, ഓഫ് ചെയ്യുമ്പോൾ ഇത് ഓഫും ആകുന്നുണ്ട്. ഇതുപോലെ രസകരമായ വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.